എൻഎസിലും എസിലും ഒക്കെ ഇതേപോലത്തെ ഒരു കൺട്രോൾ മൊഡ്യൂളാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. അതിപ്പോൾ ചേഞ്ച് ചെയ്ത് RSൻ്റെ ആക്കിയിട്ടുണ്ട്. ഇതിൽ രണ്ടിലെ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ എനിക്ക് പണ്ടേ ഈ ഒരു ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇതിലേറെ ഡാമേജ് ഉള്ളതുകൊണ്ട് മാറ്റാൻ നേരത്തെ ഞാൻ RSൻ്റെ വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇൻഡിക്കേറ്റർ ഇടാനൊക്കെ കംഫർട്ടായിട്ട് തോന്നി. ഇത് ഏകദേശം ഡാറ്റ ഫിറ്റാക്കി ചെറിയ വ്യത്യാസമൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നേക്ക്. ഇന്ന് എൻ്റെ പൾസർ AF200 ഈ RS200ൻ്റെ ലെഫ്റ്റ് സൈഡ് സ്വിച്ച് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല ഇടാനും എടുക്കാനൊക്കെ. പിന്നെ ഇതിൽ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഞാൻ ടാപ്പൊക്കെ അടിച്ച് ഫുൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും മടങ്ങുന്നതുകൊണ്ട് ഇനി ഇത് കൊണ്ടുനടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ സീനുണ്ട്. അത് ഉണക്കിയാൽ ശരിയാവും. അപ്പോൾ എന്തായാലും അത് മാറി ഇത് വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ലോട്ട് തന്നെയാണ് താഴെയും വരുന്നത്. അതുകൊണ്ട് ഞാൻ BS3 RS200ൻ്റെ ഒരു ഹാൻഡിൽ സെറ്റ് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഈ ലോക്ക് ചെയ്യുന്ന ഈ ഒരു സാധനത്തിൻ്റെ ഹോള് നമ്മുടെ ഈ ഹാൻഡിലിൽ, പക്ഷേ ഇതിൽ വേറെ സ്ഥലത്തും ഇതിൽ വേറെ സ്ഥലത്തും ആവാനാണ് ചാൻസ്. ഞാൻ പണ്ടൊരിക്കൽ അയച്ചിട്ടേ ഉള്ളൂ. എനിക്ക് കറക്റ്റ് അത് ഓർമ്മയില്ല. അത് കുഴപ്പമില്ല. ഈ ഹാൻഡിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി സാധനം സെറ്റ് ചെയ്യാം. വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് മാത്രമുള്ളത്. പിന്നെ കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ട്. വെളിയിൽ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അത്യാവശ്യം മഴയുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഒരിൻ്റെത്തൊക്കെ വെള്ളം ഇറങ്ങും സീൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ 2 സ്ക്രൂസാണുള്ളത്. അത് രണ്ടുമൊന്ന് അയച്ചെടുത്താൽ മാത്രം മതി. അത് ഞാൻ ഇനി കാണിക്കണമെന്നില്ല. ഇത് രണ്ടും അയച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ അയച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചതൊക്കെ തന്നെ ഈ ഒരു ലോക്ക് ചെയ്യുന്ന ഈ ഒരു ത്രെഡ് ഇതിലാണെങ്കിൽ താഴ്വശത്തും ഇതിലാണെങ്കിൽ സൈഡിലാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് അതൊരു പ്രശ്നമല്ല. കാരണം നമുക്ക് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇതിൽ 2 ഹോൾ ഇവിടെ ഞാൻ അടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡിൽ ഇവിടെ സ്വിച്ചൊന്നും വെക്കാൻ സ്പേസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഇങ്ങോട്ട് നീക്കാൻ മാത്രമേ വെക്കാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹോൾ ഇങ്ങോട്ട് മാറ്റി അടിച്ചിട്ട് ഈ രണ്ടാമത്തെ ഹോളിലായിരുന്നു ഈ സ്വിച്ച് സെറ്റ് ഇട്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് സ്പേസ് വരും. അതിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ ഒന്ന് കറക്കി സെറ്റ് ചെയ്യാന്നുള്ളൂ. അതിന് ഇനി ഇതും ഒന്ന് ലൂസ് ചെയ്ത് വിടണം. പിന്നെ എന്തായാലും ഞാൻ ഈ ഗ്രിപ്പ് മാറുന്നുണ്ട്. അപ്പോൾ അതും ചെയ്യണം. ഇപ്പോൾ ഇത് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്ലച്ചിൻ്റെ ഓക്ക് ലൂസ് ചെയ്യാൻ വേണ്ടി ഒരു 9 mm T വേണം. അപ്പോൾ അതുകൂടെ ഇതിലൂടെ ലൂസ് ചെയ്ത് ഇവിടെ ആയിട്ടൊരു അലങ്കിയുണ്ട്. അതുകൂടെ ലൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്യൂബ് നമുക്ക് ഇഷ്ടമനുസരിച്ചും കറക്കാൻ പറ്റും. അങ്ങനെ ഇറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാധനം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലൂസ് ആയിട്ടുണ്ട്. ഇനി ഇതിലൂടെ മാത്രം ലൂസ് ചെയ്താൽ. പിന്നെ ഇതിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ മറ്റേ സ്റ്റോക്കിലായിരുന്നെങ്കിൽ ഇത് ഊരിയേണ്ട 2 സ്ക്രൂസ് നമുക്ക് ഈ ബാക്ക് സൈഡായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ലിവറൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് പാടായിരുന്നു. പക്ഷേ ഇതിലാണെങ്കിൽ താഴത്തെ ഭാഗത്താണ് വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഊരാൻ വയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഇതുകൂടെ ഒന്ന് ലൂസ് ആയിട്ട് ഒന്ന് വെച്ച് നോക്കണം. എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ഒരു ലിവറേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിന് പഴയൊരു എൻ്റെ തന്നെ ഒരു എൻ്റെ ഹാൻഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ലിവറേജ് കിട്ടും ഈ സാധനം ഒന്ന് ലൂസ് ചെയ്യാൻ വേണ്ടി. ഒരുപാടങ്ങ് ലൂസ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ജസ്റ്റ് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ലൂസ് ചെയ്ത് വെച്ചതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. 2 സ്ക്രൂ ഉണ്ട്. 2 അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് ഇതിലോട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയച്ചൊക്കെ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംഗിൾ ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് ജയിറ്റ് ചെയ്യണം. പിന്നെ കറക്റ്റ് നമ്മൾ മിറർ നോക്കും. ഈ സ്വിച്ചസൊക്കെ വീണ്ടും ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ. പിന്നെ താഴത്തെ കണക്ഷൻ ഇതിൽ ഊരിട്ടില്ല. അതുകൂടെ അയച്ചിട്ട് ഇതൊന്ന് കൊടുക്കണം. അതിന് മുമ്പ് ഇവിടെ 2 ടാഗൊക്കെ അടിച്ചിട്ടുണ്ട്. അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുവഴി കറക്റ്റ് സ്ലീവ് ചെയ്ത് താഴെ വരെ വിടണം. സാധനം എന്തായാലും ഉണ്ട്. ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു ആംഗിൾ. ഇപ്പോൾ എനിക്ക് നല്ല രീതിക്ക് കറക്റ്റ് സ്മൂത്തായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെച്ചിട്ട് ജയിറ്റ് ചെയ്യണമെന്ന് ഒരു കാര്യം കാണിച്ചിടാം. ഈ ഒരു ട്യൂബിൻ്റെ ഈ ഒരു ഇത് നല്ല സ്മൂത്തും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് കാലപ്പഴക്കം ചെയ്യുമ്പോൾ വല്ല വ്യത്യാസം കാണിച്ചുതരാം. ഇതിപ്പോൾ കട്ടിയുള്ള പ്ലാസ്റ്റിക് കണക്കായിട്ടുണ്ട്. മടക്കാൻ നല്ല വ്യത്യാസമുണ്ട്. ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ ആയാണ് നമ്മുടെ ഇതൊക്കെ ഒടിയുന്നത്. അപ്പോൾ ഈ ഒരു പീസിലായിരിക്കും മിക്കുള്ളതിലും ഡാമേജ് ഒക്കെ വരുന്നത്. ഞാൻ എന്തായാലും ഇനി ഇത് കൊണ്ടെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം ഹാൻഡിൽ ബാർ കുറച്ച് വണ്ടി എല്ലാ ഭാഗവും പുതിയ കാണിക്കുന്നത്. ഇത് മാത്രം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മാറ്റി പിന്നെ സമയം കിട്ടാൻ മാറ്റണം. അതിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒയറൊക്കെ ഒന്ന് അയച്ചിട്ടേക്കണം. കറക്റ്റ് പൊഫി അതിനെ ടാഗ് ചെയ്ത് വെക്കണം. ഇതൊരിക്കലും നമ്മൾ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ചുമ്മാ ലൂസായിട്ടിടരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹാൻഡിലൊക്കെ തിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒയറൊക്കെ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഒന്ന് ഇട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ വർക്കിംഗ് കാര്യമെല്ലാം കാണിച്ചു തരാം. എൻ്റെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ വർക്കിങ്ങിലോട്ട് ഇറക്കാം. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. ഓഫ്, പിന്നെ ഹോണ്, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഡിമ്മ്, ബ്രൈറ്റ്, പാസ്. ഇതാണ് ഇപ്പോൾ സംഭവം. എല്ലാം വർക്കിംഗ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് നേരത്തെ നല്ല മങ്ങിയിരുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് സാധനം.